ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് നാണം കെട്ട തോൽവി. 408 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം. വിനേഷ് കുഞ്ഞിരാമൻ നമുക്കൊപ്പം. വിനേഷ് കുഞ്ഞിരാമൻ, പ്രതീക്ഷിച്ച ഒരു ദുരന്തം തന്നെ സംഭവിച്ചു അല്ലേ? അങ്ങനെ തന്നെയാണ്, പ്രതീക്ഷിച്ച ഒരു ദുരന്തം തന്നെ. ന്യൂസിലാൻഡിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയിലെത്തി ഇന്ത്യൻ ടീമിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു. ടെസ്റ്റ് പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യുന്നു. 2 മത്സരങ്ങളുടെ പരമ്പര. രണ്ടാമത്തെ മത്സരമായിരുന്നു ഗുവാഹത്തിയിൽ നടന്നത്. 408 റൺസിന്റെ നാണം കെട്ട ഒരു തോൽവിയാണ് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. നേരത്തെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ മത്സരത്തിൽ 30 റൺസിനായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത്. ഇവിടെ 549 എന്ന കൂറ്റൻ വിജയലക്ഷ്യം, അഥവാ ആ 549ലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ലോക റെക്കോർഡാണ്. അത്തരത്തിലുള്ളൊരു വലിയ സ്കോറാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. പക്ഷേ ഒന്ന് പൊരുതാൻ പോലും കഴിയാതെ ഇന്ത്യൻ ബാറ്റർമാർ ഓരോരുത്തരായി പവനിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച. ഏറ്റവും ഒടുവിൽ 140 റൺസിന് മാത്രം, വെറും 140 റൺസിന് ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരായി കൂടാരം കയറുന്നു. അതിൽ അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. മറ്റ് ബാറ്റർമാർക്ക് ആർക്കും തന്നെ ഈ ദക്ഷിണാഫ്രിക്കയുടെ സ്പിൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹാർമർ 6 വിക്കറ്റ് നേടിക്കൊണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയുടെ ഒരു തുരുപ്പ് ചീട്ടായി മാറുന്ന കാഴ്ച. അതായത് ഒരു ഇന്ത്യൻ പിച്ചുകളിൽ സാധാരണ കാണുന്നത് സ്പിൻ വിക്കറ്റുകൾ ഒരുക്കിക്കൊണ്ട് ഇന്ത്യ എതിരാളികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നടന്ന 2 തകർന്ന അടിയലാണ് ഗുവാഹത്തി ടെസ്റ്റിൽ നമ്മൾ കണ്ടത്. 549 റൺസ് പിന്തുടർന്നിട്ട് 200 പോലും എത്താതെ ഒരു നാണംകെട്ട തോൽവിയായി പോയില്ലേ വിനേഷ്? അങ്ങനെ തന്നെയാണ്. കാരണം ഇതിപ്പോൾ നേരത്തെ ന്യൂസിലൻഡുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെ പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീറിന്റെയും മുഖ്യ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറുടെയും സ്ഥാനം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അർഹരായ താരങ്ങൾക്ക് ടീമിൽ സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വളരെ അധികം ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ധ്രുവ് ജുറേലായാലും സായി സുദർശനായാലും നിതീഷ് കുമാർ റെഡ്ഡി ആയാലും ഇത്തരത്തിലുള്ള താരങ്ങളുടെയൊക്കെ സാന്നിധ്യം, എങ്ങനെ ഇവർക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചു എന്നുള്ള ചോദ്യം ശക്തമായി ഉയരുകയാണ്. വലിയ വിമർശനങ്ങൾ മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും ആരാധകരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയും ഉയരുന്നത് കാണുന്നു. നേരത്തെ ഇന്ത്യക്ക് സമ്പന്നമായ ഒരു ബാറ്റിംഗ് നിരയുണ്ടായിരുന്നു. രാഹുൽ ദ്രാവിഡ് ആയാലും VVS ലക്ഷ്മൺ ആയാലും സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും അങ്ങനെ സ്പിൻ ബൗളിങ്ങിന് നന്നായി കളിക്കാൻ കഴിയുന്ന താരങ്ങളുണ്ടായിരുന്നു. ഇവിടെ സ്പിൻ ബൗളിങ്ങിന് അനുകൂലമായ പിച്ച് തയ്യാറാക്കുകയും അതിനെ കളിക്കാൻ അറിയാത്ത ബാറ്റർമാരെ മത്സരത്തിന് ഇറക്കുകയും ചെയ്തത് തന്നെയാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറിയത്. നല്ല ഇപ്പോൾ നേരത്തെ ഹർഭജൻ സിംഗ് ആയാലും അനിൽ കുംബ്ലെ ആയാലും അത്തരത്തിലുള്ള താരങ്ങൾ, അശ്വിനായാലും അങ്ങനെയുള്ള താരങ്ങളുണ്ടായിരുന്നു, സ്പിൻ ബൗളർമാരുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കുൽദീപിനായാലും രവീന്ദ്ര ജഡേജയ്ക്കായാലും അത്തരം താരങ്ങൾക്കൊന്നും തന്നെയും ഇന്ത്യൻ പിച്ചുകളിൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശരിയാണ്. 408 റൺസിനാണ് ഇന്ത്യയുടെ തോൽവി. 549 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 140 റൺസിന് പുറത്താവുകയാണ് ചെയ്തത്. അങ്ങനെ പരമ്പരയും പോയി.